നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാരുണ്ടോ? അവരെക്കൊണ്ട് ഒരു ലോട്ടറി എടുപ്പിച്ച് നോക്കൂ. ഭാഗ്യം കടാക്ഷിക്കും. ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കും. ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, ആരാണ് ധർമ്മദേവത? ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും. ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടി വരും. ജൂലൈ മാസത്തിൽ ധനവാനാകാൻ കാരണം തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് സമയം മാറുന്നു എന്നത് തന്നെയാണ്. ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന നക്ഷത്ര ജാതകർ ഇവരാണ്: മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക. ധനലാഭമാണ് ഫലം. അതുകൊണ്ട് തന്നെ ലോട്ടറി ഇവർക്ക് അടിക്കും. ഈ നാളുകാരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ കഴിയും. ശനി ജന്മരാശിയുടെ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഇവരെ തേടി വരുമെങ്കിലും ഒരു ധനവാനാകാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിവർക്ക് ധനലാഭം കൊണ്ടുതരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോട്ടറി അടിക്കാനും വിദേശ രാജ്യത്ത് പോകാനും വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരാനും ഇവർക്ക് സാധ്യമാകും. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയം തന്നെയാണ്. അലച്ചിലുകൾ മാറിക്കിട്ടും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യവും നേട്ടവും ഒക്കെ നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ചന്ദ്രൻ ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുവരെ ധനപുഷ്ടിയിൽ കൊണ്ടെത്തിക്കും. ബുധൻ ജന്മരാശിയുടെ 4ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ധനലാഭവും ഐശ്വര്യവും കുടുംബത്തിന് അഭിവൃദ്ധിയും നൽകും. അങ്ങനെ പല രീതിയിലുള്ള ഗോചരഫലങ്ങൾ ഇവർക്ക് അനുകൂലമാകുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു എന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കും. വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ പല വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തുന്നു. ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപ്പായസം നടത്തി പ്രാർത്ഥന നടത്തുക. ഇവരുടെ ഏറ്റവും നല്ല ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. തീർച്ചയായും ഇവർ രക്ഷപ്പെടും. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്ന സമയമാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അടുത്ത രാശിക്കാരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അടുത്ത നക്ഷത്ര ജാതകർ അത് വൃശ്ചിക രാശിക്കാരാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ദേവീ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തണം. ദേവിയുടെ ഒരു വലിയ തുണ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ മറക്കാതെ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെടുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. അത്രയധികം സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്ന സമയമാണ്. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് ആത്മവിശ്വാസവും ശക്തമായ മനോവീര്യവും ഉള്ളവരാണ്.
ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനായി ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ഈ 3 നക്ഷത്ര ജാതകരിലും ഉണ്ട്. അതുപോലെ തന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവരാണ്. എല്ലാവരോടും മനസ്സ് തുറക്കാറില്ല. കുടുംബത്തോടും സുഹൃത്തുക്കളോടും ആത്മാർത്ഥമായ സ്നേഹവും വിശ്വസ്തതയും കാണിക്കും. അനീതി സഹിക്കാത്ത സ്വഭാവം തുറന്ന് പ്രതികരിക്കാറുമുണ്ട്. നല്ല നിരീക്ഷണശേഷിയും കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവും വിശാഖം നക്ഷത്ര ജാതകർക്കുണ്ട്. ചിലപ്പോൾ വാശി, പെട്ടെന്നുള്ള ദേഷ്യം, അമിത സംശയം എന്നിവ വെല്ലുവിളികളാകാം. കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ നല്ല ഉയർച്ച നേടാൻ കഴിവുള്ളവരാണ്. തീർച്ചയായും ഇനി വരാനിരിക്കുന്ന സമയം ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. വ്യാഴം ജന്മരാശിയുടെ 9ാം ഭാവത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് നിൽക്കുന്നു. സന്താന സൗഖ്യം, കാര്യസാധ്യം, അധികാരശക്തി, സാമർഥ്യം എന്നിവ ഫലമാണ്. അതുപോലെ തന്നെ സൂര്യൻ ജന്മരാശിയുടെ 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് സ്ത്രീകളിൽ നിന്നും വെറുപ്പൊക്കെ സംഭവിക്കാനുള്ള കാരണമാകും. ഏതായാലും ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി വൃശ്ചികൻ രാശിക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ശനി ജന്മരാശിയുടെ 5ാം ഭാവത്തിലും, വ്യാഴം ജന്മരാശിയുടെ 9ാം ഭാവത്തിലും, ചൊവ്വ ജന്മരാശിയുടെ 7ാം ഭാവത്തിലും, സൂര്യൻ ജന്മരാശിയുടെ 8ാം ഭാവത്തിലും, ശുക്രൻ ജന്മരാശിയുടെ 10ാം ഭാവത്തിലും, ബുധൻ ജന്മരാശിയുടെ 9ാം ഭാവത്തിലും, ചന്ദ്രൻ ജന്മരാശിയുടെ 4ാം ഭാവത്തിലും നിൽക്കുന്നു. ഒരു ലോട്ടറി ഭാഗ്യം ഇവരിൽ കാണുന്നുണ്ട്. ക്ഷേത്രദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും. ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. അടുത്ത നക്ഷത്ര ജാതകർ അത് മീനരാശിക്കാർ തന്നെയാണ്. സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്ന നക്ഷത്രം പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇവർക്കിനി ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. ശാന്തരും സൗമ്യരുമായിരിക്കും ഈ 3 നക്ഷത്ര ജാതകരും. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കാനും താല്പര്യമുള്ളവരാണ്. ഭക്തിയും ആത്മീയതയും പൊതുവെ കൂടുതലായിരിക്കും. സൃഷ്ടിപരമായ ചിന്തയും നല്ല ഭാവനാശക്തിയും ഉണ്ടായിരിക്കും. കരുണയും ക്ഷമയുമുള്ളവരാണ്. ചിലപ്പോൾ അമിതമായി വികാരാധീനനാകാനും തീരുമാനങ്ങൾ എടുക്കാൻ വൈകാനും സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകും. കഠിനാധ്വാനത്തിലൂടെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിവുള്ളവരാണ്. തീർച്ചയായും ഇവർക്കൊരു ഭാഗ്യക്കുറി അടിക്കാനുള്ള യോഗമുണ്ട്. ഗുരുവായൂരൊക്കെ ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഈ 9 നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ലോട്ടറിയിലൂടെ ഒരു ചെറിയ തുകയെങ്കിലും സമ്മാനമായി അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി ഒരുപാട് ലോട്ടറിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. അടിക്കാനാണെങ്കിൽ ഒരു ലോട്ടറി മതി എന്ന ചിന്ത വേണം. ഏതായാലും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. ലോട്ടറി ഭാഗ്യം ഇവരെ തേടി വരും. ഈ ജൂലൈ മാസത്തിൽ ഇവരെ തേടി വരുന്നത് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ തന്നെയായിരിക്കും. വീട് വയ്ക്കാനുള്ള ഭാഗ്യം, അതുപോലെ തന്നെ വിദേശത്ത് നിൽക്കുന്നവർക്ക് നാട്ടിൽ വരാനുള്ള ഭാഗ്യം, ഒരു കാർ വാങ്ങാനുള്ള യോഗം, 3 വീട് 3 കാർ, ഇതൊക്കെ സമ്പാദിക്കാനുള്ള ഒരു വലിയ യോഗം ഈ നക്ഷത്ര ജാതകരിൽ കാണുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് നടന്നിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. അതിനായി പ്രയത്നിക്കുക. തീർച്ചയായും വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കും. നന്ദി, നമസ്കാരം.